ഇവിടെ മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥയൊന്നും നിലവിലില്ല. ഒരു ഇടിമുഴക്കം മാതിരി ഒരു ശബ്ദം കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ. കാരണം ആൾക്കാർ വെറുതെ ഇളക്കി വിട്ടിട്ട് ഇതാക്കിയിട്ട് പരിഭ്രാന്തരാക്കുന്ന സിറ്റുവേഷൻ ഇപ്പൊ ന്യൂസ് ചാനലുകളിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ ഭയങ്കരമായി സംഭവിച്ച മാതിരിയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലേക്ക് അല്ല വേണ്ട. ഇവിടെ ഒരു ശബ്ദം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ നേരിട്ട് നമ്മളിവിടെ വന്നത്, നിങ്ങളെ കൂടി കാണാൻ വേണ്ടി കേൾക്കുന്ന ആൾക്കാർ. പക്ഷേ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നത് ഇവിടെ എന്തോ ഉഗ്ര സ്ഫോടനം സംഭവിച്ചു, അല്ലെങ്കിൽ പിന്നെ ഭൂമി ഉരുങ്ങി എന്നുള്ള ഇൻഫോർമേഷനിൽ അങ്ങനെ പലതും വരുമല്ലോ. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങളാണ് പറയേണ്ടത്. ഈ പ്രദേശത്തുകാരാണ്. ശബ്ദം ഒരു ഇടിമുഴക്കം മഴക്കാലത്ത് ഉണ്ടാവുന്ന ഒരു ഇടിമുഴക്കം കേട്ടു എന്ന് മാത്രം. ഭൂമിക്കടിയിൽ നിന്ന് ആയി എന്നുള്ളത് അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ വീടിന്റെ മുകളിൽ എന്തോ വീണ മാതിരി ഒരു ശബ്ദം, അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അതിൽ വേറെ കുലുക്കോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. ചില ആളുകൾ കുലുക്കം ഫീൽ ചെയ്തവരുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലാന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അസ്വാഭാവികമായ ഒരു ശബ്ദം കേട്ടു എന്നുള്ളതാണ്. ആദ്യം പിന്നെ അതിനുശേഷം ഒരു ചെറുതായിട്ടുള്ള ശബ്ദം, അങ്ങനെ രണ്ട് ശബ്ദങ്ങളാണ് ഭൂമിന്റെ അടിയിൽ. ജർക്കിംഗ് എന്തെങ്കിലും അനുഭവപ്പെട്ടു? ജർക്കിംഗ് ആയി ചെറുതായിട്ട് ചേട്ടൻ അനുഭവപ്പെട്ടു? നമ്മള് വീട്ടിലിരിക്കുമ്പോഴാണ് ഇല്ല, അങ്ങനെ ഒന്നും ചെറിയൊരു ഇത് ജസ്റ്റ് പാത്രം ഇളകി വീണിട്ടൊന്നുമില്ല. ആളുകൾ അനുഭവിച്ച കാര്യങ്ങൾ അവർ പറയുകയാണ്. മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ല എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല എന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. ഏതായാലും ഈ രീതിയിൽ ആളുകളുടെ ആശങ്ക മാറ്റാനുള്ള ശ്രമം ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ജിയോളജി വകുപ്പൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.